ഹായ്, നമുക്ക് ഇന്ന് അടുത്ത് നോക്കാനുള്ളത് ജോമെട്രിക് സീരീസിനെ കുറിച്ചുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ജോമെട്രിക് സീക്വൻസ് എന്ന് നമുക്കറിയാം. അതായത് ഒരു സ്റ്റാർട്ടിംഗ് ടേം ഉണ്ടാവും, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ടേമിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കും. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ആർ ആണെന്ന് ഇരിക്കട്ടെ, എങ്കിൽ എ നമ്മൾ ആറും ഗുണിച്ചാൽ എന്ത് വരും? എ ആർ. ഓക്കെ, അടുത്ത ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ രണ്ടാമത്തെ ടേമിനെ ഈ കോൺസ്റ്റന്റ് ആയ ആർ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അപ്പം എ ആർ സ്ക്വയർ. ഓക്കെ, അടുത്ത ടേം എന്തായിരിക്കും? ഈ മൂന്നാമത്തെ ടേമിനെ കോൺസ്റ്റന്റ് ടേം ആയിട്ടുള്ള ആർ കൊണ്ട് ഗുണിക്കും. അപ്പം അടുത്ത ടേം എ ആർ ക്യൂബ്. ഓക്കെ, ഈ രീതിയിൽ പോകുന്ന സീക്വൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോമെട്രിക് സീക്വൻസ്, അല്ലെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ടേമുകൾ തമ്മിലുള്ള ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആർ ആയിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ ടേമിനെ ഒന്നാമത്തെ ടേം കൊണ്ട് ഹരിക്കുന്നു, അതായത് എ ആർ ബൈ എ എത്ര കിട്ടും നമുക്ക്? ആർ അല്ലെ. അടുത്തത് മൂന്നാമത്തെ ടേമിനെ രണ്ടാമത്തെ ടേം കൊണ്ട് ഹരിക്കുന്നു, അപ്പം എ ആർ സ്ക്വയർ ബൈ എ ആർ ആർ അല്ലെ. മനസ്സിലായി? അപ്പൊ ഈ രീതിക്കായിരിക്കും പോകുന്നത്. അല്ലെ, ഓർത്തെങ്കിൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കും നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്. അപ്പം എ കോൺസ്റ്റന്റ് ആയ ആർ കൊണ്ട് വിളിക്കുമ്പോൾ എ ആർ കിട്ടി. ഇനി ഈ എ ആറിനെ കോൺസ്റ്റന്റ് ആർ കൊണ്ട് വിളിക്കുമ്പോൾ എ ആർ സ്ക്വയർ, എ ആർ സ്ക്വയറിനെ ആർ കൊണ്ട് വിളിക്കുമ്പോൾ എ ആർ ക്യൂബ്, അടുത്ത എ ആർ ക്യൂബിന്റെ അടുത്ത ടൈം എന്ത് വരും? എ ആർ റൈസ് ടു 4. ഈ രീതിയിൽ പോകുന്നു. ഓക്കെ, എങ്കിൽ ഇതിന്റെ എൻഡ് ടൈം എന്തായിരിക്കും? എ ആർ റൈസ് ടു എൻ മൈനസ് 1. ഈ രീതിയിൽ പോകുന്ന സീക്വൻസ്, ഇതാണ് ജോമെട്രിക് സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് സീരീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിനെ സം ചെയ്ത് എഴുതിയാൽ മതി. അപ്പം എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ എക്സെട്ര എന്ത് ടൈം എന്ത് വരും? എ ആർ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര. ഇതാണ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആ സിഗ്മയുടെ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? സിഗ്മ. ഇവിടുത്തെ ടേമിന്റെ ഫോം എന്താണ്? ഇപ്പം എ എന്ന് എഴുതിയാലും അത് ആക്ച്വലി ആരാ? എ എന്ന് എഴുതിയാലും അത് എ ആർ റൈസ് ടു 0 എന്നാണ് അതിന്റെ മീനിങ്. കാരണം ആർ റൈസ് ടു 0 എല്ലായ്പ്പോഴും എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് എ ആർ റൈസ് ടു എൻ എന്ന് എഴുതാം. അപ്പം എൻ വേരിയെന്ന് എവിടെ തൊട്ട് എഴുതിയാൽ മതി? 0 ടു ഇൻഫിനിറ്റി. പിടിയോ? അപ്പൊ ഇതാണ് ഇതിന്റെ സമ്മേഷൻ നൊട്ടേഷൻ നമ്മുടെ ജോമെട്രിക് സീരീസിന്റെ. അപ്പൊ നോക്കിയേ, ഇതൊരു സീരീസ് ആണല്ലോ. അപ്പം സീരീസ് ആകുമ്പോഴത്തേക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്താണ്? സീരീസുകൾ കൺവേർജ് ചെയ്യാം, അതേപോലെ എന്താകാം? ഡൈവേർജും ചെയ്യാം. സം ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കൺവേർജ് എന്ന് പറയുന്നത്. സം ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ ഒരു ഓസിലേറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്പർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്ത്? ഡൈവേർജ് എന്ന് പറയും. അപ്പം ഈ ജോമെട്രിക് സീരീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൺവേർജ് ചെയ്യും. എപ്പോഴാണെന്ന് അറിയാവോ? നമ്മുടെ മോഡുലസ് ഓഫ് ആർ, ആറിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ജോമെട്രിക് സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം അതിന്റെ എന്ത് ടേം കണ്ടുപിടിക്കും, എന്നിട്ട് എസ് എൻ എങ്ങോട്ട് പോകുന്നു ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അത് നോക്കും. ഈ എസ് എൻ കൺവേർജ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫിക്സഡ് ഫൈനൈറ്റ് നമ്പറിലേക്കാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യും എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ എന്ത് പാർഷ്യൽ സം ഓഫ് ദ ജോമെട്രിക് സീരീസ് എഴുതി. അതെന്ന് വെച്ചാൽ ആരാ? എസ് എൻ. എസ് എൻ എന്ന് വെച്ചാൽ എന്ത് വരും? എ പ്ലസ് എ ആർ പ്ലസ് എക്സെട്ര എവിടം വരെ? എ ആർ റൈസ് ടു എൻ മൈനസ് 1. കാരണം എന്ത് ടേം ആണല്ലോ. അപ്പം ഇതിന്റെ സം എന്ന് വെച്ചാൽ എത്ര വരും? ഇതിന്റെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ. അതിന്റെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എ അങ്ങ് പുറത്തെടുക്കുക. എ പുറത്തെടുത്തു കഴിഞ്ഞാൽ മിച്ചം എന്ത് വരും? 1 പ്ലസ് ആർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര ആർ റൈസ് ടു എൻ മൈനസ് 1. ശരിയാണല്ലോ. ഇതിനെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ഞാൻ പഠിപ്പിച്ചായിരുന്നു 1 മൈനസ്, ഇവിടെ എൻ മൈനസ് 1 ആയതുകൊണ്ട് എൻ വരും ഇവിടെ. 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇതായിരിക്കും നമ്മുടെ എസ് എൻ, അതായത് എന്ത് പാർഷ്യൽ സം കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇനി വേണമെങ്കിൽ ഇതിനെ എ അകത്തേക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇതിനെ എ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എ മൈനസ് എ ആർ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ 1 മൈനസ് ആർ മൈനസ്
AR raised to n divided by 1 minus r. അപ്പോൾ ഇത് ഏത് രീതിയിൽ എഴുതിയാലും സെയിം, ഇതെല്ലാം ഈക്വൽ. കൂടുതലും എഴുതുന്നത് ഇങ്ങനെയാണ്, a into 1 minus r raised to n divided by 1 minus r എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ Sn എങ്ങോട്ടാണ് പോകുന്നത്? ആ n tends to infinity, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയേണ്ടത് ഈ a into 1 minus r raised to n divided by 1 minus r എങ്ങോട്ട് പോകുന്നു? ക്വസ്റ്റ്യൻ മാർക്ക്. എപ്പോൾ? as n tends to infinity. അപ്പൊ നമ്മൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോകും. ലിമിറ്റ് n tends to infinity അല്ലെ? ലിമിറ്റ് n tends to infinity a into 1 minus r raised to n divided by 1 minus r. ശ്രദ്ധിക്കുക, ഇവിടെ n വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ? ഇവിടെ r raised to n ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഈ a എന്ന് പറയുന്നതും 1 മൈനസ് r എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്താ? കോൺസ്റ്റന്റ്. കാരണം എന്താ? a നമ്മുടെ സീരീസിന്റെ ഫസ്റ്റ് ടേം, നമ്മുടെ r എന്ന് വെച്ചാൽ നമ്മുടെ കോമൺ റേഷ്യോ. സോ അതൊക്കെ കോൺസ്റ്റന്റ്. ഞാൻ അതിനെ അങ്ങ് പുറത്തെടുത്തു, a by 1 മൈനസ് r പുറത്തെടുത്തു. മിച്ചം എന്ത് മാത്രമേ വരത്തുള്ളൂ? ലിമിറ്റ് n tends to infinity 1 മൈനസ് r raised to n. ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കിയേ, മോഡ് ആർ ലെസ് ദാൻ 1 ആണ്, ശരിയാണല്ലോ. നിങ്ങൾ ഒന്നിനേക്കാൾ ചെറിയ ഒരു സംഖ്യ എടുക്കുക. ഇപ്പൊ മോഡ് ആർ ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? മോഡ് ആർ ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ആറിന്റെ വാല്യൂ -1 1 ഇടയ്ക്കാണെന്നാ. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് -1 1 ഇടയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ സംഖ്യ എടുക്കുക. എന്നിട്ട് അതിന്റെ വലിയ 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 പവറുകൾ കണ്ടുപിടിച്ച് നോക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 1/2 എടുക്കുന്നു, എന്നിട്ട് 1/2 റൈസ് ടു ഒരു 1000 കണ്ടുപിടിക്കുന്നു, പിന്നെ ഒരു 10,000 കണ്ടുപിടിക്കുന്നു, പിന്നെ ഒരു 1 lakh കണ്ടുപിടിക്കുന്നു, പിന്നെ ഒരു 10 lakh കണ്ടുപിടിക്കുന്നു. എന്താ സംഭവിക്കാൻ നോക്കുക. ഉത്തരം ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞ് സീറോയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ശരിയാണോ? ഓക്കെ, അതായിരിക്കും സംഭവിക്കാൻ പോണത്. അതായത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിമിറ്റ് ഇടാം. അപ്പം a by 1 minus r, ഈ ലിമിറ്റ് അകത്തേക്ക് കൊടുക്കുക. ലിമിറ്റ് n tends to infinity 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഇനി അകത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? ലിമിറ്റ് n tends to infinity r raised to n അല്ലേ? ലിമിറ്റ് n tends to infinity r raised to n ന്റെ വാല്യൂ 0 ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, -1 1 ഇടയ്ക്കുള്ള ഏത് സംഖ്യ എടുത്തിട്ട് അതിന്റെ പവറുകൾ ഇങ്ങനെ വലുതാകും തോറും സംഖ്യ ചെറുതായി അത് 0യിലേക്ക് പോകും. അപ്പൊ ഉത്തരം നമുക്ക് എന്ത് കിട്ടും? ഈ a by 1 minus r അകത്തേക്ക് ഗുണിച്ചാൽ എന്ത് കിട്ടും? a by 1 minus r, ബാക്കി 0, അത് പോയി. അപ്പൊ ഇതായിരിക്കും ഉത്തരം, a by 1 minus r. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു? Sn എന്ന് പറയുന്നത് tends to a by 1 minus r ആണെന്ന് കണ്ടു, as n tends to infinity. സോ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സീരീസ്, ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് കൺവെർജന്റ് ആണ്. ഓക്കെ, വെൻ മോഡ് ആർ ലെസ് ദാൻ 1 എന്ന് പറയും. അതിന്റെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോ എഴുതിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് മൊത്തം. ഓക്കെ, കണ്ട, മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ r raised to n tends to 0 എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് n tends to infinity 1 minus r raised to n കണ്ടുപിടിച്ചാൽ ലിമിറ്റ് അകത്തേക്ക് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ലിമിറ്റ് n tends to infinity 1 എന്ന് പറയുന്നത് 1 തന്നെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ലിമിറ്റ് എഴുതാത്തത്. അപ്പൊ 1 മൈനസ് പിന്നെ എന്ത് ചെയ്യും? ലിമിറ്റ് n tends to infinity r raised to n. അപ്പം ഇതിന്റെ വാല്യൂ 0 ആയി പോകും. അതാണ് ഇരിക്കുന്നത് 1 minus 0 which is equal to 1. അതുകൊണ്ട് ലിമിറ്റ് n tends to infinity a of 1 minus r raised to n divided by 1 minus r ല് ഞാൻ ആദ്യം പറഞ്ഞ a by 1 minus r പുറത്തെടുത്തു. മിച്ചം എന്തേ വരത്തുള്ളൂ? ലിമിറ്റ് n tends to infinity 1 minus r raised to n. ഇതിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്? 1 ആണെന്ന് പറഞ്ഞു. സോ a by 1 minus r into 1. സോ ടോട്ടലി നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഉത്തരം. സോ നമുക്ക് ഇങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റും, hence the given series converges to a by 1 minus r for mod r less than 1. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതും, സിഗ്മ n equal to 1 to infinity a r raised to n minus 1 equal to a by 1 minus r. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു തെറ്റാണെന്ന് തോന്നാവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നറിയോ, നമ്മൾ ഇതുവരെ എഴുതിക്കൊണ്ടിരുന്നത് സിഗ്മ n equal to 1 to infinity a r raised to n minus 1 എന്നല്ല, ഇവര് വേറെ രീതിയിൽ മാറ്റി എഴുതിയ. നമ്മൾ ഇത്രയും നേരം എഴുതിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? സിഗ്മ n equal to 0 to infinity a r raised to n എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ നോക്കിക്കേ, n-ന് 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? a എന്ന് വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം a, n എടുത്ത് 1 കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് ടൈം എന്ത് കിട്ടും? ar. n-ന് 2 കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് ടൈം എന്ത് കിട്ടും? ar² പ്ലസ് എക്സെട്ര. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം കൊടുക്കുന്ന n-ന് 1 ആണ്. അപ്പൊ എന്ത് വരും?
AR⁻0 അപ്പോഴും നമുക്ക് എന്തേ എടുത്തുള്ളൂ, A തന്നെ എടുത്തുള്ളൂ. അടുത്ത് n-ന് 2 കൊടുത്താൽ എന്ത് വരും, AR⁻2 - 1, അതായത് AR. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒരിടത്ത് സിഗ്മ n = 0 to infinity എന്ന് എഴുതി, മറ്റെടുത്ത് n = 1 to infinity. അപ്പൊ വ്യത്യാസം എവിടെ വരും, ഇവിടെ R⁻n എന്നാണ് എഴുതിയെങ്കിൽ ഇവിടെ എന്ത് എഴുത്തുള്ളൂ, R⁻n-1. രണ്ടും ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ മാറി വന്ന അയ്യോ നമ്മൾ പഠിച്ചത് n = 0 to അല്ലേ, ഇവിടെ n = 1 അല്ലേ എന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തൊരു പ്രോബ്ലം ആണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോട്ടില്. ഇവിടെ ഇൻ വ്യൂ ഓഫ് എക്സാമ്പിൾ 9, എക്സാമ്പിൾ 9 നമ്മൾ ഇപ്പം ചെയ്തത്, അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എക്സാമ്പിൾ 4ന്റെ ഉത്തരം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു എക്സാമ്പിൾ 4? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. എക്സാമ്പിൾ 4ലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഞാൻ എഴുതാം. 1 + 1/2 + 1/2² + എക്സെട്ര. ഇത് കൺവേർജ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ സം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ജോമെട്രിക് സീരീസ് അല്ലേ, ഇതൊരു ജോമെട്രിക് സീരീസാ. ഈ ജോമെട്രിക് സീരീസിനെ എന്തുകൊണ്ട് വിളിക്കുന്നു, ഒന്നാമത്തെ ടേമിനെ 1/2 കൊണ്ട് വിളിക്കുമ്പോൾ കിട്ടുന്ന ആളാണ് ഇത്. 1/2നെ വീണ്ടും 1/2 കൊണ്ട് വിളിക്കുമ്പോൾ 1/2². സോ 1/2² വീണ്ടും 1/2 കൊണ്ട് 1/2³ സോ ഒരു കാര്യം ഇവിടുന്ന് ക്ലിയർ ആയി. ഇവിടുത്തെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ r എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ്. നമ്മുടെ ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 1 ആണ്. സോ a എന്ന് പറയുന്നത് 1 ആണ്, r എന്ന് പറയുന്നത് 1/2 ആണ്. എങ്കിൽ നമ്മുടെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നോക്കിയേ, മോഡ് r ന്റെ വാല്യൂ 1/2 ആയതുകൊണ്ട് ക്ലിയർലി നമ്മുടെ മോഡ് r എന്താണ്, <1 ആണ്. കാരണം -1നും 1നും ഇടയ്ക്കാണല്ലോ. സോ അതുകൊണ്ട് ഇത് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്ന ഉത്തരം എന്താണ്, a/1 - r എന്നല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ a എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 1 - r, r എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2. അപ്പം 1 - 1/2 എത്രയാ, 1/2. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും, 2. അപ്പം ഇങ്ങനെ വേണേ നമുക്ക് പറയാം. അതാണ് പറയുന്നത് get the sum is 2. പിടിയോ. ഇനി അടുത്തൊരു പ്രോബ്ലം. അടുത്തത് ഷോ ദാറ്റ് ദ സീരീസ് 1/9 + 1/27 + 1/81 + എക്സെട്ര ഇത് കൺവേർജ് ചെയ്യുമെന്ന് പറയണം. നിങ്ങൾക്ക് ഈ സീരീസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നാമത്തെ ടേമിനെ 1/3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമ്മുടെ 1/27 കിട്ടുന്നത്. ഈ 1/27 വീണ്ടും 1/3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1/81 കിട്ടുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ ഗുണിക്കുന്ന സംഖ്യ r എന്ന് പറയുന്നത് എത്രയാണെന്ന് മനസ്സിലായി, 1/3 ആണെന്ന് മനസ്സിലായി. അതൊരു ജോമെട്രിക് സീരീസ് ആണെന്ന് മനസ്സിലായല്ലോ. ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ, a 1/9. അതാണ് ഇരിക്കുന്നത് a = 1/9, r = 1/3. ഒരു കാര്യം ഉറപ്പാ, r = 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ക്ലിയർലി പറയാം മോഡ് r <1 ആണ്. കാരണം മോഡ് r <1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1നും 1നും ഇടയ്ക്ക്, 1/3 എന്ന് വെച്ചാൽ -1നും 1നും ഇടയ്ക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ജോമെട്രിക് സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. എങ്കിൽ അതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എന്താ, a/1 - r എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം a എന്ന് വെച്ചാൽ എത്ര വരും, a എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/9 അല്ലെ, ഡിവൈഡഡ് ബൈ 1 - 1/3. അപ്പം 1/9, 1 - 1/3, 3 കൊണ്ട് ഗുണിച്ചാൽ 3 - 1 2/3 ശരിയാണല്ലോ. അപ്പൊ അതിന് ഗുണിക്കുമ്പോൾ 1/9 × 2/3 മുകളിൽ പോയി കഴിഞ്ഞാൽ 3/2. ഇതൊന്നും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 3. അപ്പൊ ആൻസർ എത്ര ഇടും, 1/6. സോ ആൻസർ എന്ന് പറയുന്നത് 1/6 എന്ന് നമുക്ക് കിട്ടും. പിടിയോ, നോക്കിയേ ആൻസർ 1/6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഷോ ദാറ്റ് ദ സീരീസ് സിഗ്മ n = 1 to infinity -1n × 5/4n. അതിനെ എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ എഴുതും, n ഓരോ വാല്യൂ എടുക്കാം. n ആദ്യം 1 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. n 1 കൊടുത്താൽ എന്ത് വരും, -1/1. എത്രയാ, മൈനസ്. അപ്പം 4/1 എത്രയാ, 4. സോ നമ്മുടെ ടൈം ഏതായിരിക്കും, -5/4. നിങ്ങൾ n 1 കൊടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് -1/4 കിട്ടും, ഒരു 5 ഉണ്ട്. സോ -5/4. ഇനി n ന് 2 കൊടുത്താൽ എന്ത് വരും, ഡിനോമിനേറ്ററിൽ 4² 16 വന്നു, ന്യൂമറേറ്ററിൽ -1² അതായത് 1. അപ്പം 5/16. അപ്പം രണ്ടാമത്തെ ടൈം കിട്ടി. ഇനി മൂന്നാമത്തെ ടൈം കിട്ടാൻ എന്ത് ചെയ്യണം, n ന് 3 കൊടുക്കണം. n ന് 3 കൊടുത്താൽ 4³ ഡിനോമിനേറ്ററിൽ, അതെത്ര 64. ന്യൂമറേറ്റർ എന്ത് വരും, -1³ × 5. -1³ മൈനസ് ആയത് -5/64. അപ്പൊ ഈ രീതിക്കാണ് നമ്മുടെ സീരീസ് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സീരീസിന് ഒന്നാമത്തെ ടേം a എത്രയാണ്, -5/4. ഇവിടുത്തെ കോമൺ റേഷ്യോ നമ്മുടെ r എന്ന് പറയുന്നത് എത്രയാ, ഇവിടെ നമ്മൾ ഗുണിക്കുന്ന കോമൺ ടേം എന്ന് പറയുന്നത്
-1/4 ആണ്. ശരിയല്ലേ? -5/4 -1/4 കൂടുമ്പോഴാണ് 5/60. 5/60 -1/4 കൂടുമ്പോഴാണ് -5/64. സോ ഇവിടുത്തെ r എന്ന് പറയുന്നത് -1/4 ആണ്. അതായത് -1നും 1നും ഇടയ്ക്കാണ്. സോ ഇത് കൺവേർജ് ചെയ്യുമ്പോൾ അതിന്റെ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? a/1 - r എന്നുള്ള ഇക്വേഷൻ. അപ്പം a നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, -5/4 ഡിവൈഡ് ബൈ, ഞാൻ എഴുതാം, -5/4 ഡിവൈഡ് ബൈ 1 - r. r -1/4 ആണ്. അപ്പൊ മൈനസും മൈനസ് എന്താവും? പ്ലസ്. അതാണ് എഴുതിയിരിക്കുന്നത് -5/4 ഡിവൈഡ് ബൈ 1 + 1/4. ഓക്കെ, അപ്പം -5/4 ഡിവൈഡ് ബൈ 1 + 1/4. 4 ഇങ്ങോട്ട് ഗുണിച്ചാൽ 4 + 1 5. 5/4 ഈക്വൽ ടു എത്ര? -1. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.